എൻ്റെ പേര് രശ്മി. ഞങ്ങൾ കാനഡയിൽ നിന്ന് വരുന്നതാണ്. നാട്ടിൽ പാലായിൽ ചേർപ്പങ്കൽ ഇടവക അംഗമാണ്. ഞങ്ങൾ കാനഡയിൽ സ്ഥിരതാമസമാക്കിയിട്ട് 8 വർഷത്തോളമാകുന്നു. അവിടെ ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ്. അവിടെ ചെന്നിട്ട് ആറിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു. അപ്പം ഞങ്ങൾ 2021 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രധാനമായിട്ട് ഒന്നാം നിയോഗമായിട്ട് അത് എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് വെച്ചിരുന്നത്. ഒരു 2022 ആയപ്പോഴത്തേനും കാനഡയിൽ മൊത്തത്തിൽ നിയമം മാറുകയും ഞങ്ങൾക്ക് 2 പേർക്ക് എലിജിബിലിറ്റി കിട്ടുകയും ചെയ്തു. അതിനുശേഷം ആറിൻ്റെ എക്സാം എഴുതാൻ ഭയങ്കര പാടായിരുന്നു. വീണ്ടും ഉടമ്പടി വെച്ച് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും കാശ് രൂപമായിട്ട് ഞങ്ങൾ രണ്ടുപേരും എക്സാം എഴുതുകയും ചെയ്തു. പാസ്സാവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ജോലി കിട്ടുകയും ചെയ്തു. എല്ലാ കാര്യത്തിനും ഞങ്ങൾ എപ്പോഴും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താലും എപ്പോഴാണെങ്കിലും കാശ് രൂപം കൈ പിടിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ രണ്ടാളും അവിടെ ആറന്നായിട്ട് ജോലി ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് മൂന്നാമത് പ്രഗ്നൻസിയിൽ 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ബ്ലീഡിങ് ആവുകയും ഞങ്ങൾ രണ്ടുപേരും ഓർത്തത് കൊച്ചു പോയതാണ്, അബോർഷനായി പോയി എന്നാണ് ഓർത്തത്. അങ്ങനെ ഉടമ്പടി തൈലം വയറ്റിൽ തടവി പ്രാർത്ഥിക്കുകയും കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാവുന്ന നേരുകയും ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു കുഴപ്പവുമില്ല. ഇപ്പം കൊച്ച് 5 മാസമായി, ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായ ഒരു പെൺകൊച്ചിനെ ഈശോ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ 2021 മുന്നേ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ കാനഡയിലും ഇവിടെയും ഞങ്ങൾക്ക് നല്ലൊരു വീട് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. 2021 ഇവിടെ ഞങ്ങൾക്ക് വീട് വെക്കാനും പറ്റി. 2022 അവിടെ വീട് വാങ്ങിക്കാനും പറ്റി. അങ്ങനെയും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാം, അവിടെ എല്ലാവർക്കും ഞാൻ മലയാളം കുർബാനയ്ക്ക് വരുന്ന എല്ലാവർക്കും പത്രം കൊടുക്കുകയും ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോയി അവിടെയുള്ള ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ മാസവും സാലറി കിട്ടുമ്പം ഇവിടെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുകയും മാക്സിമം ആൾക്കാരെ സഹായിക്കാറുണ്ട്. പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. പറ്റുന്ന സമയം പോലെ എപ്പോഴും ഇംഗ്ലീഷ് കുർബാനയാണെങ്കിലും പള്ളിയിൽ പോകാറുണ്ട്, കുർബാന കൂടാറുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനം 84:3-4 തിരുവചനങ്ങൾ. എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷിയൊരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരുടെ കുടുംബം എപ്പോഴും സംരക്ഷണത്തിൻ്റെ ഒരു കുടുംബമായിരിക്കുമെന്ന് നമുക്കറിയാം. വിദേശത്തുള്ള വീട്ടിൽ ഇവർ വളരെ സമാധാനത്തോടുകൂടി ഇന്ന് ജീവിക്കുന്നതിന് കാരണം ഇവിടെ വന്ന് 2021 വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് തങ്ങളുടെ RN എക്സാം പാസ്സായി കിട്ടണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടെയായിരുന്നു. ഇവർക്ക് കുടുംബത്തോടൊപ്പം അവിടെ 2 പേർക്കും നഴ്സസായി വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു വലിയ കൃപ അനുഗ്രഹിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത്. ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു ഗവൺമെൻറ് നിയമം തന്നെ മാറുന്നതായിട്ടാണ് നാം ഈ ഉടമ്പടിയിലൂടെ കാണുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്ന അനുഗ്രഹങ്ങൾക്ക് വളരെ പ്രത്യേകതകളുണ്ടായിരിക്കും. നിലനിന്നിരുന്ന ഒരു നിയമം, ഗവൺമെൻറ് നിയമമായാലും കമ്പനി നിയമമായാലും, നാം ഉടമ്പടിയിലെത്തുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്നത് നമുക്ക് വേണ്ടി ആ നിയമത്തെയോ അംഗീകാരത്തെയോ മാറ്റിമറിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വളരെ സൗഭാഗ്യവാന്മാരായി അവിടെ ജീവിക്കുന്നു. അവർക്കവിടെ ഒരു നല്ല വീട് ലഭിച്ചു എന്നുള്ള അനുഗ്രഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 3ാമത്തെ കുഞ്ഞുണ്ടാകുമ്പോഴുണ്ടായിരുന്ന ഒരു ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയിൽ അവർ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അവർക്ക് ദൈവം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇന്ന് രശ്മി ശിവരാജൻ ഫാമിലി വളരെ സന്തോഷമുള്ളവരാണ്. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. നമ്മുടെ ഉടമ്പടി ജീവിതത്തിലുള്ള പ്രാർത്ഥനയാണ് ആ ബലിപീഠത്തിൻ്റെ ഒരു കൂടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കെപ്പോഴും ആ ബലിപീഠത്തിൻ്റെ അരികിൽ നമുക്കെപ്പോഴും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ മൗനമായും ഉറക്കെയും കുഞ്ഞുങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വിശ്വസ്തയോടെ ഉടമ്പടിയിലായിരിക്കാം.
വിഷമിക്കുന്നവരും പ്രവാസികളായിരിക്കുന്നതുമായ എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രശ്മി ശിവരാജിൻ്റെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.